ഇപ്പോൾ ആരാ ചെയ്തതെന്നുള്ളൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അവരല്ലേ ആദ്യം ചെയ്തത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്തത്. അതിന് അപ്പം മറ്റൊരു പറയാം, അല്ല നിങ്ങൾ ആദ്യം ചെയ്തത് അതുകൊണ്ടാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ആ മൂവിയെ നമ്മുടെ മോഹൻലാലിൻ്റെ എമ്പുരാൻ വന്നതിന് ശേഷമുള്ള തർക്കവും ആക്രോശങ്ങളൊക്കെ കണ്ടല്ലോ. ഈ സമയത്ത് ഒരു കവിത ശ്രദ്ധയപ്പെട്ടതാണ്. ഇതോടനുബന്ധിച്ചുള്ള ഒരു കവിത നമുക്കതൊന്ന് ചൊല്ലാം. ഗുജറാത്ത് കലാപം കാണിക്കുന്നതിന് മുമ്പേ ഗോദ്ര കാണിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല. ഗോദ്ര കാണിക്കുന്നതിന് മുമ്പേ ബാബറി പള്ളി തകർക്കുന്നത് കാണിച്ചാൽ മതിയായിരുന്നു. അതിനു മുമ്പേ കർസേവ കാണിച്ചാൽ മതിയായിരുന്നു. അതിനു മുമ്പേ രഥയാത്ര കാണിച്ചാൽ മതിയായിരുന്നു. അതിനു മുമ്പേ ശിലാന്യാസം, അതിനു മുമ്പേ ശരീഅത്ത് വിവാദം, അതിനു മുമ്പേ സിഖ് കൂട്ടക്കൊല, അതിനു മുമ്പേ ഇന്ദിരാവധം, അതിനു മുമ്പേ അടിയന്തരാവസ്ഥ, അതിനു മുമ്പേ ഗാന്ധിവധം, അതിനു മുമ്പേ വിഭജനം, അതിനു മുമ്പേ ബ്രിട്ടീഷ് രാജ്, അതിനു മുമ്പേ മുഗള സാമ്രാജ്യം, അതിനു മുമ്പേ മൗര്യ സാമ്രാജ്യം, അതിനു മുമ്പേ ബുദ്ധകാലം, അതിനു മുമ്പേ ജൈനകാലം, അതിനു മുമ്പേ ആര്യ അധിനിവേശം, അതിനു മുമ്പേ അതിനും മുമ്പേ അതിനും മുമ്പേ അതിനും മുമ്പേ അതിനും മുമ്പേ ഈ തർക്കം തർക്കിച്ചുകൊണ്ടിരുന്നു. മരിച്ചു പോയ പാവം മനുഷ്യർ. ഈ കവിത എം ബഷീർ എന്ന് പറയുന്ന ഒരു കവിയുടെയാണ്. ഇതൊക്കെ ചിന്തിപ്പിക്കട്ടെ മനുഷ്യരെ. കലാപത്തിലൂടെയൊക്കെ മരിച്ചുപോയ മനുഷ്യർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു ചെറുപ്പകാലഘട്ടം ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ബോംബെ ബോംബ് സ്ഫോടനം, ദാവൂദ് ഇബ്രാഹിം അവിടെ കെട്ടിടങ്ങൾ മുഴുവൻ പൊട്ടിച്ച് എത്ര മരണം, 251 മരണമറ്റാണ് നടന്നത്. അതിനുശേഷം എത്ര കലാപങ്ങൾ അതൊക്കെ ഞങ്ങൾ കേട്ടിരിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കണ്ണൂർ ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കോളേജ് ക്യാമ്പസിൽ നടന്നുകൊണ്ടിരുന്ന വിഷയങ്ങൾ, മനുഷ്യർ ചേരിതിരിഞ്ഞ് ഒന്നെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലാൻ തീരുമാനമെടുക്കുകയാണ്. മനുഷ്യരാണ്, വെറും മനുഷ്യരാണ് അല്ലേ. ഈ ജാതി എന്ന മേൽ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം അല്ലെ പാർട്ടി, ഇതൊക്കെ മനുഷ്യരെ അണിയിച്ചതാണ്. ഓരോരുത്തർ അണിഞ്ഞതോ അല്ലെങ്കിൽ മറ്റൊരു അണിയിച്ചതോ ഒക്കെ ആണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ വെറും മനുഷ്യരായിരുന്നു. നമ്മൾ നമ്മളെ തന്നെ വെട്ടിപ്പിളർക്കുന്നു, നമ്മൾ നമ്മളെ തന്നെ തീയിട്ട് കൊല്ലുന്നു അല്ലേ. നമ്മൾ വേകുന്നത് പോലെ തന്നെ, നമ്മളൊരാളെ കത്തിക്കുമ്പോൾ നമ്മളെ ദഹിപ്പിക്കുന്നത് പോലെ, നമ്മളെ കത്തിക്കുന്നത് പോലെ തന്നെ, നമ്മളൊരാളെ വെട്ടുമ്പോൾ നമ്മളെ തന്നെ വെട്ടിപ്പിളരുന്നത് പോലെ, നമ്മുടെ ശരീരാവയവങ്ങൾ മുറിക്കുന്നത് പോലെ തന്നെയല്ലേ ഉള്ളൂ. എമ്പുരാൻ സിനിമ അത് ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ ചർച്ച നടക്കുന്നു. അതിനിടയ്ക്ക് പുതിയ യൗവനങ്ങളുടെ ഇടയിലേക്ക് കോളേജ് ക്യാമ്പസിലേക്കൊക്കെ പോയിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊക്കെ തോന്നി ഓരോന്ന് ചോദിക്കുന്ന കാണുമ്പം വീണ്ടും ഭയം തോന്നുക. ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് വിദ്വേഷങ്ങൾ പകരുവാണോ ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മൂടിക്കിടക്കുന്നതൊക്കെ മൂടിക്കിടക്കട്ടെ. പുതിയ തലമുറ ഒന്നും അറിയരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഈ കലാപം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വലിയ വിഷയങ്ങൾ തന്നെയാണ്. ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെയൊന്നും ഇല്ലാതെ പരസ്പരം സ്നേഹിച്ചു പോട്ടെ. പണ്ടെങ്ങോ നടന്നൊരു കാര്യം അവർ മറക്കട്ടെ. പുതിയ തലമുറകൾക്കും അങ്ങനെ മതം രാഷ്ട്രീയം എന്നൊന്നും പറയാതെ അവർ സ്നേഹിച്ച് മുന്നോട്ട് പോട്ടെ. അതിനിടയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറക്കിയിട്ടിട്ട് നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നി അവരുടെ മനസ്സിൽ അവരിനോട് വെറുപ്പും സ്പർദ്ധയും വളർത്തി. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. താങ്ക് യു.